നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നമ്മുടെ ചർച്ച ചെയ്യുന്നു ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ ജ്ഞാനകർമ്മ സന്യാസ യോഗമെന്ന 4-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈഃ പൂർവതരം കൃതം. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈഃ അപി മുമുക്ഷുഭിഃ കുരു കർമ്മ ഏവ തസ്മാത് ത്വം പൂർവൈഃ പൂർവതരം കൃതം. ഇനി ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. ഏവം ജ്ഞാത്വാ പൂർവൈഃ മുമുക്ഷുഭിഃ അപി കർമ്മ കൃതം തസ്മാത് പൂർവൈഃ പൂർവതരം കൃതം ത്വം കർമ്മ ഏവ കുരു. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരം ശ്രദ്ധിക്കുക. പരേച്ഛയില്ലാതെ കർത്തൃത്വ അഭിമാനവും ഇല്ലാതെയാണ് മോക്ഷേച്ഛുക്കൾ, മോക്ഷത്തെ ആഗ്രഹിക്കുന്ന മഹത്തുക്കൾ കർമ്മം ചെയ്തു വന്നിരുന്നത്. അതിനാൽ പൂർവികർ ഏത് രീതിയിലൊക്കെ കർമ്മങ്ങൾ ചെയ്തു, ഫലേച്ഛയില്ലാതെ എപ്രകാരം കർമ്മങ്ങൾ ചെയ്തു, ആ കർമ്മത്തെ നീയും പിന്തുടരുക. ഇതാകുന്നു കൃഷ്ണൻ ഈ ശ്ലോകത്തിലൂടെ അർജുനന് കൊടുക്കുന്ന സന്ദേശം. നമസ്തേ.